നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ പൊതുജനം ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നതും ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നതും അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റി കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാനുള്ള കാരണമായേക്കും. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്ക് ഇടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക. മാർച്ച് 1 മുതൽ 26 വരെയുള്ള കാലയളവിൽ വേനൽ മഴയുടെ കണക്ക് പുറത്തുവിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇത്തവണയാണ്. ഇതുവരെ ലഭിച്ചത് 58.2 മില്ലിമീറ്റർ മഴയാണ്. 2021 ഇത് 35.7 മില്ലിമീറ്റർ ആയിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കുറവ് ലഭിച്ചത്. കാസർഗോഡ്, എറണാകുളം, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ ഒഴികെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കൂടുതൽ മഴ ലഭിച്ചത് ഇത്തവണയാണ്. 108 മില്ലിമീറ്റർ മഴ ലഭിച്ച കോട്ടയം ജില്ലയാണ് ആദ്യ സ്ഥാനത്ത്. 100 മില്ലിമീറ്റർ ലഭിച്ച തിരുവനന്തപുരം, 99 മില്ലിമീറ്റർ മഴ ലഭിച്ച പത്തനംതിട്ടയും തൊട്ടു പിന്നിലുണ്ട്. കാസർഗോഡാണ് ഏറ്റവും കുറവ് വേനൽ മഴ ഇക്കാലയളവിൽ രേഖപ്പെടുത്തിയത്. 4.4 മില്ലിമീറ്റർ മഴ മാത്രമാണ് ഇവിടെ ലഭിച്ചത്. 2022 ഇത് 53 മില്ലിമീറ്റർ ആയിരുന്നു. കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. 3 ദിവസം കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും ചൂട് കൂടുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും അത് കഴിഞ്ഞാൽ താപനില കൂടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മേധാവി നീത പി ഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഇടിമിന്നൽ ജാഗ്രത നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. അതേസമയം മഴ മാറിയതോടെ പല ജില്ലകളിലും താപനില കൂടിയിട്ടുണ്ട്. ഇന്ന് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. പെരുന്നാൾ ദിവസമായ 31 മഴ സാധ്യതയില്ല. 3 ദിവസത്തിന് ശേഷം മഴ ലക്ഷണങ്ങൾ നിലവിലൊന്നും കാണാൻ കഴിയുന്നില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ ചാര നിറത്തിലുള്ള നിംബസ് കാർമേഘങ്ങൾ വ്യാപകമാകുന്നതും ന്യൂനമർദ്ദ പാത്തിയുമാണ് മഴയ്ക്ക് കാരണമാകുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. വേനൽ മഴ പലപ്പോഴും കർഷകർക്ക് ഏറെ ആശ്വാസമാകാറുണ്ട്. എന്നിരുന്നാലും വേനൽ മഴയുടെ അളവിൽ പൊടുന്നനെ ഉണ്ടാകുന്ന വർധനവ് കേരളത്തിന് അത്ര ശുഭകരമല്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഗുണത്തിലേറെ ദോഷമാണ് വേനൽ മഴ കൊണ്ട് ഉണ്ടാകുന്നത്.
സംസ്ഥാനത്തെ വേനൽ മഴ വർദ്ധിച്ചാൽ താപനില ക്രമാതീതമായി ഉയരുന്ന സ്ഥിതിയാണുള്ളത്. ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും പരിസ്ഥിതി ആഘാതങ്ങളിലേക്കും നയിക്കുന്നു. ഓരോ വർഷം തോറും കേരളത്തിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ സംസ്ഥാനത്തിന്റെ കാലാവസ്ഥാ റിപ്പോർട്ട് അനുസരിച്ച് 2024 കേരളത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു. വേനൽ മഴയുടെ അളവ് കേരളത്തിൽ എപ്പോഴെല്ലാം വർദ്ധിച്ചുവോ അതിനനുസരിച്ച് കേരളം ചുട്ടുപൊള്ളുന്ന സ്ഥിതിയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഡാറ്റ പ്രകാരം കഴിഞ്ഞ 50 വർഷമായി സംസ്ഥാനത്ത് വേനൽ മഴ വർദ്ധിച്ചു. ഇത് സംസ്ഥാനത്ത് ശരാശരി താപനില വർദ്ധിക്കുന്നതിനും ഇടയാക്കി. ശരാശരി കണക്ക് പ്രകാരം വേനൽക്കാലത്ത് കേരളത്തിൽ ഏകദേശം 359.1 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. കഴിഞ്ഞ 50 വർഷമായി വേനൽ മഴ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നും ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. വേനൽക്കാലത്ത് കേരളത്തിലെ ശരാശരി താപനില വർദ്ധിക്കാൻ കാരണം അധിക വേനൽ മഴയാണെന്ന് വിദഗ്ധർ പറയുന്നു. അന്തരീക്ഷ വായു ചൂടാകുമ്പോൾ അത് വികസിക്കുകയും കൂടുതൽ നീരാവി വഹിക്കുകയും ചെയ്യുന്നു. ഇത് പിന്നീട് തീവ്ര മഴയ്ക്ക് കാരണമാകും. കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്തരീക്ഷത്തിലെ വായു കൂടുതൽ നീരാവി വഹിക്കുന്നു. വായുവിലെ താപനില ക്രമേണ ഉയരുകയാണെങ്കിൽ ഈർപ്പം ശേഖരിക്കാൻ കൂടുതൽ ഇടം സൃഷ്ടിക്കുകയും ഇത് ഹ്രസ്വകാലങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചേക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഈ വർഷം മാർച്ച് 1 മുതൽ മാർച്ച് 22 വരെ വലിയ അളവിൽ വേനൽക്കാല മഴ ലഭിച്ചു. ഈ കാലയളവിൽ കേരളത്തിൽ സാധാരണ ലഭിക്കുന്ന വേനൽക്കാല മഴയേക്കാൾ 79% കൂടുതലാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഈ പ്രാവശ്യം 12 ജില്ലകളിലും കൂടുതൽ വേനൽ മഴ ലഭിച്ചു. കണ്ണൂർ ജില്ലയിൽ 304% കൂടുതൽ വേനൽ മഴ ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലും മാത്രമാണ് സാധാരണയേക്കാൾ കുറവ് മഴ ലഭിച്ചത്. ഉഷ്ണതരംഗം, സൂര്യാഘാതം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. വെള്ളപ്പൊക്ക സാധ്യതയും വർദ്ധിപ്പിക്കും. ഉഷ്ണതരംഗങ്ങൾ ബാഷ്പീകരണം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. തുടർന്ന് ലഭിക്കുന്ന മഴ കൂടുതൽ തീവ്രമായ മഴയ്ക്ക് കാരണമാകും. വരണ്ട പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഇത് വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കും. വരൾച്ച ചില പ്രദേശങ്ങളിൽ മഴയുടെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ മറ്റു ചില പ്രദേശങ്ങളിൽ ബാഷ്പീകരണവും ചൂട് വർദ്ധിക്കുന്നത് മൂലം വരൾച്ച അനുഭവപ്പെടാം. വരണ്ട കാലാവസ്ഥയും ഉയർന്ന താപനിലയും കാട്ടുതീ സാധ്യത വർദ്ധിപ്പിക്കും. ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കും. താപനിലയിലും മഴയുടെ അളവിലുമുള്ള മാറ്റങ്ങൾ ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ജൈവ വൈവിധ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. കൃഷിയെ സാരമായി ബാധിക്കും. ഉഷ്ണതരംഗങ്ങളും വരൾച്ചയും കൃഷിയെയും അതിന്റെ വിളകളെയും നശിപ്പിക്കുന്നു. ഉഷ്ണതരംഗങ്ങൾ ആസ്മ പോലുള്ള ശ്വസന രോഗങ്ങൾ വർദ്ധിപ്പിക്കും. ചൂടുകാലത്ത് ശരീരത്തെ പെട്ടെന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഹൃദയത്തെയും വൃക്കകളെയും സമ്മർദ്ദത്തിലാക്കും. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് നയിക്കും. ഉയർന്ന താപനില നിർജ്ജലീകരണത്തിലേക്ക് നയിക്കും. സംസ്ഥാനത്ത് മൺസൂണിൽ ജൂലൈ മാസങ്ങളിലും അധിക മഴ പെയ്താൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടുതലാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിലെ സാഹചര്യത്തിൽ മഴക്കാലത്തും അധിക മഴ ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് മലപ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും വർദ്ധിക്കും.